എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ ജോലി അന്വേഷിക്കുന്നതിന് പകരം ജീസസ് യൂത്തുകാരനായ മാത്യു ജേക്കബ് മേഘാലയയിലെ നോംഹാലി എന്ന അവികസിത ഗ്രാമത്തിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി പുറപ്പെട്ടു. 2011 വൈദ്യുതിയോ വഴിയോ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത നാട്. അസൗകര്യങ്ങളുടെ നടുവിൽ ജീവിച്ചിരുന്ന തീക്ഷ്ണമതിയായ ഇടവക വൈദികനൊപ്പം മാത്യുവും ഒരു മാസം അവിടെയായിരുന്നു. ആ രാത്രികളിൽ മാത്യു ഉറങ്ങുമ്പോൾ കർത്താവ് അവനെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടാകും. ഇവനെ എനിക്ക് വേണമെന്ന് ഉറപ്പിച്ചിരുന്നു എന്ന് തീർച്ച. മാത്യു അത് അറിഞ്ഞില്ലെന്ന് മാത്രം. ദേവാലയത്തിലെ തണുത്ത തറയിൽ കിടന്നുറങ്ങിയ മാത്യു ജേക്കബ് എന്ന ഡീക്കൻ മാത്യു പള്ളിവാതുക്കൽ 16 വർഷങ്ങൾക്കിപ്പുറം മെയ് 23 അമേരിക്കയിലെ ചിക്കാഗോ രൂപതയ്ക്ക് വേണ്ടി ഡാലസ് സെന്റ് തോമസ് സീറോ മലബാർ ദേവാലയത്തിൽ വെച്ച് വൈദികനായി അഭിഷിക്തനാവുകയാണ്. അമേരിക്കയിലെ ബഹുരാഷ്ട്ര കമ്പനിയിലെ ആകർഷകമായ കമ്പ്യൂട്ടർ എഞ്ചിനീയറുടെ ജോലി ഉപേക്ഷിച്ച് 29-ാം വയസ്സിലാണ് സെമിനാരിയിൽ ചേർന്നത്. മേഘാലയയിൽ നിന്ന് തിരിച്ചെത്തി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ മുൻനിര IT സ്ഥാപനമായ ടാറ്റ കൺസൾട്ടൻസിയിൽ ജോലി ലഭിച്ചു. കാര്യങ്ങൾ സുഗമമായി പോകുന്നതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ആ വിവരം അറിയുന്നത്. പിതാവ് ജേക്കബ് പള്ളിവാതുക്കലിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, അതും 4th സ്റ്റേജിൽ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആശങ്കപ്പെട്ട ദിനങ്ങൾ. അധികം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. 2015 തുടക്കത്തിൽ ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി ലഭിച്ചു. അങ്ങനെ ന്യൂയോർക്കിലെത്തി. അടുത്ത 5 വർഷം ആ കമ്പനിയിലായിരുന്നു ജോലി. മാത്യു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ കുടുംബം കുടവച്ചൂരിൽ നിന്നും എറണാകുളത്ത് എത്തിയത്. 5ാം ക്ലാസ് മുതൽ 12 വരെ കളമശ്ശേരി CMI രാജഗിരി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. 9ാം ക്ലാസ് മുതൽ രാജഗിരിയിലെ ജീസസ് യൂത്തിന്റെ പ്രയർ മീറ്റിംഗിൽ പങ്കെടുക്കുമായിരുന്നു. പിതാവായിരുന്നു ജീസസ് യൂത്തുമായി അടുപ്പിച്ചത്. മാത്യു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പിതാവ് നവീകരണത്തിലേക്ക് വരുന്നത്. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനകാലത്താണ് മാത്യുവിന് ദൈവാനുഭവം ഉണ്ടാകുന്നത്. അതിന് വഴിയൊരുക്കിയത് ജീസസ് യൂത്തായിരുന്നു. അന്നത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്ന 4 പേർ ഇപ്പോൾ വൈദികരാണ്. 5ാമനാണ് ഡീക്കൻ മാത്യു. ഒരു സിസ്റ്റർ അടക്കം 6 പേരാണ് സമർപ്പിത ദൈവവിളി സ്വീകരിച്ചത്. അമേരിക്കയിൽ എത്തിയിട്ടും ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു. ഈസ്റ്ററിന് ശേഷമുള്ള 4ാം ഞായറായ ഗുഡ് ഷെപ്പേർഡ് സൺഡേ ആയിട്ടാണ് അമേരിക്കയിൽ ആചരിക്കുന്നത്. വൈദിക സന്യസ്ത ദൈവവിളികൾക്കായുള്ള പ്രത്യേക പ്രാർത്ഥനാ ദിവസമാണത്. വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന സമയത്ത് നീ വൈദികനാകുന്നു എന്ന് കർത്താവ് ചോദിക്കുന്നതിനായി മാത്യുവിന് അനുഭവപ്പെട്ടു. ഒരു രക്ഷയുമില്ല കർത്താവേ എന്ന് ആ നിമിഷം തന്നെ മറുപടിയും നൽകി. അങ്ങനെ ഒരു ചിന്ത അതുവരെ ഇല്ലായിരുന്നു. എങ്കിലും ആ സമയം ഹൃദയത്തിൽ എന്തോ ഒരു ചലനം അനുഭവപ്പെട്ടു. വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങിയ കാലമായിരുന്നു. മാത്രമല്ല അമ്മയുടെയും സഹോദരിമാരുടെയും മുഴുവൻ ഉത്തരവാദിത്വവും മാത്യുവിന്റെ ചുമലിലായിരുന്നു. 13 വയസ്സിന് എളുപ്പമുള്ള ഇളയ അനുജത്തി 7ാം ക്ലാസ്സിൽ എത്തിയിട്ടേയുള്ളൂ. ഡീക്കൻ മാത്യു പറയുന്നു, അന്ന് രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഈശോയെ അവിടുന്ന് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വ്യക്തമാക്കണമേ എന്നൊരു പ്രാർത്ഥന നടത്തി. ദൈവം തന്നെ വിളിക്കുന്നുണ്ടെന്ന് ചില അടയാളങ്ങളുടെ തുടർന്ന് സ്ഥിരീകരിച്ചു. അമ്മയും സഹോദരിമാരും അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി. ദൈവം എല്ലാം ഏറ്റെടുക്കുമെന്ന ബോധ്യം മനസ്സിൽ നിറഞ്ഞു. തന്റെ പിതാവ് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് നിലപാടാണ് ഈ സമയത്ത് സ്വീകരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നതെന്ന ചിന്ത മനസ്സിൽ പലപ്പോഴും ഉണ്ടായി. തീരുമാനമെടുക്കാൻ പ്രയാസപ്പെട്ടിരുന്ന സമയത്താണ് അവധിക്കായി കേരളത്തിലെത്തിയത്. പിതാവിന്റെ അടുത്ത സുഹൃത്തിനെ കണ്ടു. വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിൽ അദ്ദേഹം മാത്യുവിന്റെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്റെ മകൻ സെമിനാരിൽ ചേരാനുള്ള സാധ്യതയൊന്നുമില്ല, എന്നാലും അവൻ വൈദികനാകുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാകും എന്നായിരുന്നു ആ വാക്കുകൾ. അതിലൂടെ മാത്യു തന്റെ ദൈവവിളി ഉറപ്പിച്ചു. 2019 ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ ഫ്ലോറിഡയിലുള്ള സെന്റ് വിൻസെന്റ് ഇപ്പോൾ സെമിനാരിയിൽ ചേർന്നു. ദൈവം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. സഹോദരി ട്രീസയുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവ് ജോസഫ്. അവർക്ക് 5 മക്കളാണ്. അനിയത്തി റേച്ചൽ ആൻഡ് ജേക്കബ് കാനഡയിൽ പഠിക്കുന്നു. ചിക്കാഗോ സീറോ മലബാർ രൂപതാധ്യക്ഷന്മാർ ജോയ് ആലപ്പാട്ടിൽ നിന്നും മെയ് 23 പട്ടം സ്വീകരിക്കുമ്പോൾ അമ്മ അൽഫോൺസ് കൂടെയുണ്ടാകും. പിതാവ് സ്വർഗത്തിലിരുന്ന് അതുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് ഡീക്കൻ മാത്യു പറയുന്നു.